ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നേക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് മുന്നിൽ കുറച്ച് ക്രാഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനങ്ങൾ. ഇതെല്ലാം പ്യുവർലി ഹാൻഡ് മെയ്ഡും ഹാൻഡിക്രാഫ്റ്റും ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. നമ്മളുടെ തേങ്ങേൻ്റെ ചിരട്ടയോണ്ടുണ്ടാക്കിയ കുറച്ച് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം ഗൈസ്. അപ്പം നമുക്ക് സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം. ആദ്യമായിട്ട് ഒരു സിമ്പിൾ ഫ്ലവർ വേസാണ്. ചിരട്ടയോണ്ട് ഉണ്ടാക്കിയതാണ്, ഫുള്ളി ഹാൻഡ് മെയ്ഡാണ്. ഇതാണ് ഫസ്റ്റത്തെ ഫ്ലവർ വേസ്. രണ്ടാമത്തത് ഇതാണ്. ഇത് പ്യുവർലി വുഡാണ്, തേക്കിൻ്റെ വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലൊക്കെ കുന്തിരിക്ക പുകയ്ക്കാനും പിന്നെ അതേപോലെ തന്നെ കൊതുകൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെക്കാനും അതൊക്കെ ആയിട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. ഇത് അടുത്തൊരു ഫ്ലവർ സ്റ്റാൻഡാണ്. ഇത് 3 ഫ്ലവേഴ്സും കുറച്ച് ലീഫും കൂടിയുള്ളൊരു ഫ്ലവർ സ്റ്റാൻഡാണ്. ഇതും കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് കോക്കനട്ട് ഷെൽസാണ്. ഇത് അടുത്തൊരു മോഡലാണ്. ഒരു ജസ്റ്റ് ലോട്ടസ് ഷേപ്ഡ് ഫ്ലവേഴ്സാണ് ഇതെല്ലാം. ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സാണിത്, കപ്പാണിത്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് വുഡാണ്. തേക്കിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചൊരു വുഡാണിത്. കാണാനൊക്കെ നല്ല ക്ലാസി ലുക്കുള്ള ഒരു മഗ്ഗാണിത്. ഇത് നമ്മുടെ ചന്ദനത്തിരി സ്റ്റാൻഡാണ്. നമുക്ക് ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കാനും അതിൻ്റെ സ്മെല്ല് വീട്ടിലൊക്കെ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആഷ് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീഴും. സോ തൊട്ടടുത്തൊന്നും പൊടിയൊന്നും ആവില്ല അതിൻ്റെ. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. ഇതും കംപ്ലീറ്റ്ലി മെയ്ഡ് ഓഫ് കോക്കനട്ട് ഷെൽസാണ്. ഇതാണ് ബീരങ്കി. ഇതും മരത്തിൻ്റെ തടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പണ്ട് കാലത്ത് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തരത്തിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഇപ്പോഴും ചില ആർമി ക്യാമ്പ്സിലും ആർമി സ്ഥലത്തൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കാണാനൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല ക്ലാസി ലുക്കുണ്ട്. ആൻറ്റിക് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതൊരു മെഴുകുതിരി സ്റ്റാൻഡാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെഴുകുതിരി സ്റ്റാൻഡാണിത്. നേരത്തെ ചന്ദനത്തിരി സ്റ്റാൻഡിൻ്റെ പോലെ തന്നെ ഒരു മെഴുകുതിരി സ്റ്റാൻഡ്. ഇതും കോക്കനട്ടിൻ്റെ ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊരു വിളക്കാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ക്ലാസി ലുക്ക് വരുന്നൊരു വിളക്കാണ്. ഇത് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ്. നല്ല ഗ്ലൈസിങ്ങും ഫിനിഷിങ്ങും ഉള്ളൊരു കോക്കനട്ടിൻ്റെ ഷെല്ല് വെച്ചിട്ടുള്ള പ്യുവർലി ഫുൾ കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടുള്ളൊരു വിളക്കാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാണാനൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണിത്. ഇത് വേറൊരു സൈസ് മഗ്ഗാണ്. രണ്ട് തട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു മഗ്ഗാണ്. ഇതൊരു കപ്പലാണ്, ഒരു പായ്ക്കപ്പൽ. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് കംപ്ലീറ്റ്ലി വുഡാണ്, തേക്കിന് തടി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് ഭാവിയിൽ ഇത് കുത്തിപ്പോവുകയോ അല്ലെങ്കിൽ ചെതലരിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇതെല്ലാം വർക്കൊക്കെ കഴിഞ്ഞ് ഫിനിഷിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല രസമുണ്ടാവും കാണാൻ. വെള്ളപ്രതലം വേണം. ശരിയാ, താഴെ വെച്ചിട്ട് പറ്റും. അപ്പോൾ ഇത്രത്തോളമാണ്
നമ്മളുടെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്ത ചിരട്ടകൾ കൊണ്ടും പിന്നെ സാധാ തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതെല്ലാം കടയിൽ ചെന്ന് വാങ്ങിക്കാൻ നിന്നാൽ ഭയങ്കര റേറ്റാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇതേപോലത്തെ ഒരു മഗ് ഉണ്ടായിരുന്നു. ആ മഗ്ഗിന് ഞങ്ങൾ റേറ്റ് ചോദിച്ചപ്പം ഒരു 1500 അവർ പറഞ്ഞ്. സോ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് അതിന് വേണ്ടി കുറച്ച് എഫേർട്ട് ഇട്ടാൽ നമുക്കിത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏതായാലും പുതിയൊരു സ്റ്റാർട്ടപ്പാണ്. ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും ഫേസ്ബുക്ക് പേജ് വഴിയും സെയിൽ ചെയ്യുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ വുഡ് കൊണ്ടുള്ള സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം പ്യുവർലി വുഡായിട്ടുള്ള ഫോട്ടോ ഫ്രെയിമും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കിയതും പിന്നെ ഇത്രയും സാധനങ്ങൾക്ക് രൂപം നൽകിയതും മറ്റാരല്ല, ഞങ്ങളുടെ പാപ്പനാണ്. സോബി, ഇതൊക്കെ ആരാ ഉണ്ടാക്കിയേ? അച്ഛ പാപ്പനാണ്. പാപ്പൻ ഒരു റിട്ടയർഡ് BSF ഓഫീസറും ഇപ്പോൾ ഇവിടുത്തെ ബേപ്പൂര് പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം പാപ്പൻ്റെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളാണ് ഇതെല്ലാം. അപ്പോൾ ഒരു പോലീസുകാരൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ മെല്ലെ മെല്ലെ പുറത്തെടുക്കുകയാണ് പാപ്പൻ ചെയ്യുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ചെറിയ ചെറിയ കഴിവുകളുണ്ടാവും. അപ്പോൾ പാപ്പൻ്റെ ഉള്ളിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എബിലിറ്റീസാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ സോബി ചെയ്യണ്ടേ? സൂപ്പർ എന്ന് പറയാൻ സൂപ്പർ. ദ മാൻ ബിഹൈൻഡ് ഓൾ ദിസ് തിങ്സ് എന്ന് പറയുന്നത് പാപ്പനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പാപ്പനെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. പാപ്പന് ഇങ്ങനത്തെ ഓരോ സാധനം ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങിയിട്ടുള്ള ദ ഓൾ വീഡിയോ അടുത്ത വീഡിയോയിലായിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സോബി ബൈ ബൈ, സീ യു. ഉമ്മ കൊടുക്ക് സോബി, ഉമ്മ കൊടുക്ക്. എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറ.